Mock text 17, Sirach chapter 50 and 51. ചോദ്യം 1. പ്രധാന പുരോഹിതനായ ശിമയോന്റെ പിതാവിന്റെ പേര്. ജോസഫ്, നെഹമിയ, ഓനിയാസ്. 2. സമുദ്രം പോലെ വിശാലമായ ജലസംഭരണി കുഴിച്ചത് ആരുടെ കാലത്ത്? ഓനിയാസിന്റെ, ശിമയോന്റെ, ഏലിയായുടെ. 3. തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിലെ വിളങ്ങുന്ന മഴവില്ലുപോലെ കാണപ്പെട്ടത് ആര്? ജെറമിയ, യാക്കോബ്, ശിമയോൻ. 4. ശിമയോൻ വസന്തത്തിൽ എന്തിനെപ്പോലെ കാണപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? പനിനീർപ്പൂ പോലെ, പച്ചപ്പൊടിപ്പൂ പോലെ, ലില്ലി പോലെ. 5. തങ്ങളുടെ സർവ വിഭൂഷകങ്ങളോടുകൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിൽ ഏന്തിയതാര്? ഏലിയായുടെ പുത്രന്മാർ, ദാവീദിന്റെ പുത്രന്മാർ, അഹ്റോന്റെ പുത്രന്മാർ. 6. എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. അധ്യായം, വാക്യം എഴുതുക. 50-20, 50-22, 50-23. 7. രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു. മൂന്നാമത്തേത് ജനതയെ അല്ല, ജനതയുടെ പേര്. സെയ്ർമലയിൽ വസിക്കുന്നവർ, ഷെക്കമിലെ മൂഢജനത, ഫിലിസ്തീർ. 8. 3 ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ ശരീരത്തെ ഡാഷ് രക്ഷിക്കുകയും പരദൂഷകന്റെ ഡാഷ് നിന്നും വ്യാജം പറയുന്നവന്റെ ഡാഷിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. സംരക്ഷകനും സഹായകനും രക്ഷകനും. 2. നാശത്തിൽ നിന്ന്, വലയിൽ നിന്ന്, ചുണ്ടുകളിൽ നിന്ന്. 3. വലയിൽ നിന്ന്, ചുണ്ടുകളിൽ നിന്ന്, നാശത്തിൽ നിന്ന്. 9. ഭൂമിയിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനകൾ ഉയർന്നത് എന്തിൽ നിന്നുള്ള മോചനത്തിനാണ് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞത്? പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്. 10. ദേവാലയത്തിന് മുന്നിൽ അവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു, അവസാനം വരെ ഞാൻ അവളെ തേടും. ആരെ? ബുദ്ധിയെ, ജ്ഞാനത്തെ, അറിവിനെ. 11. ശുദ്ധീകരണത്തിലൂടെ പ്രഭാഷകൻ കണ്ടെത്തിയതാരെ? വിജ്ഞാനം, ബുദ്ധി, ജ്ഞാനം. 12. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഡാഷ് കരസ്ഥമാക്കാം. സ്വർണം, അറിവ്, വിവേകം. ഉത്തരങ്ങൾ: 1. ഓനിയാസ്, 2. ശിമയോന്റെ, 3. ശിമയോൻ, 4. പനിനീർപ്പൂ പോലെ, 5. അഹ്റോന്റെ പുത്രന്മാർ, 6. 50-22. 7. ഷെക്കമിലെ മൂഢജനത, 8. നാശത്തിൽ നിന്ന്, വലയിൽ നിന്ന്, ചുണ്ടുകളിൽ നിന്ന്, 9. മരണത്തിൽ നിന്ന്, 10. ജ്ഞാനത്തെ, 11. ജ്ഞാനം, 12. സ്വർണം.